ഞാൻ സീന നൗഷാദ്. വിദ്യാർത്ഥി ജീവിതത്തിൽ ഞാനൊരു KSU പ്രവർത്തകയായിരുന്നു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി എന്നിവർ എന്നിൽ സ്വാധീനം ചെലുത്തിയ മഹത് വ്യക്തികളായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗ ശൈലിയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മനസ്സ് കാണിച്ചിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം ഞാൻ കേൾക്കാൻ തുടങ്ങി. ആവർത്തിച്ച് കേട്ടു. പിന്നെ അനുകരിക്കാൻ ശ്രമിച്ചു. ഇംഗ്ലീഷും ഹിന്ദിയുമായിരുന്നതിനാൽ ഒന്നും മനസ്സിലായില്ല എങ്കിൽ കൂടിയും അതുപോലെ പ്രസംഗിക്കാനൊരു മോഹം. ഞാൻ ABCD വെച്ച് Z വരെ ഇന്ദിരാഗാന്ധിയുടെ ടോണിൽ പ്രസംഗിക്കുന്ന പോലെ ബുക്ക് ചുരുട്ടി മൈക്കാക്കി ജനങ്ങളെ നോക്കി പ്രസംഗിക്കുന്ന പോലെ ABCD വെച്ച് Z വരെ നീട്ടിയും കുറുക്കിയും ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോലെയും പ്രസംഗിച്ചു. എൻ്റെ വീട്ടുകാർ ഇത് കേട്ട് ചിരിച്ചു. അവർക്കിഷ്ടമായി. എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാതെ തന്നെ എൻ്റെ മോൾ പ്രസംഗിച്ചല്ലോ. ഞാൻ വളരെ പ്രൗഢോടുകൂടി അവരെ നോക്കി ചിരിച്ചു. ഇതെല്ലാം കോൺഗ്രസ്സുകാർ എന്നിലുണ്ടാക്കിയ പ്രചോദനമാണ്. കുട്ടിക്കാലത്ത് ഈ മഹത് വ്യക്തികളെ ആരാധനയോടെയാണ് ഞാൻ നോക്കിക്കണ്ടത്. ഇന്നിപ്പോൾ കോൺഗ്രസ്സിൽ അങ്ങനെയുള്ള വ്യക്തികളെ ആര് ചൂണ്ടിക്കാണിക്കും? ഇപ്പോഴുള്ള കോൺഗ്രസ്സുകാർ കുറച്ച് കഷ്ടപ്പെടുക, കൂടുതൽ ഇമേജ് കിട്ടുക ആണ് അവരുടെ ലക്ഷ്യം. പിന്നെ മാധ്യമ ശ്രദ്ധയെ ആകർഷിക്കുക, ഇത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഈ വർഷാരംഭത്തിൽ മഴ കുറവായിരുന്നു. അപ്പോൾ ഈ സർക്കാരിന് ഭരണത്തിൽ തുടരാൻ അർഹതയില്ല, മഴ തീരെയില്ല, പിണറായി വിജയൻ സർക്കാർ രാജിവെച്ചേ മതിയാവും. ഇങ്ങനെയുള്ള എന്തിനും ഏതിനും ഭരണപക്ഷത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജോലി. പ്രതിപക്ഷ ധർമ്മം അതാണോ? ഏത് ഒരു നല്ല കാര്യം ചെയ്താലും അതിനെ എതിർത്ത് സംസാരിച്ച് അതിനെ പ്രശ്നമാക്കുക. അത് പ്രശ്നമായി അതിനെ വിശകലനം ചെയ്തു വരുമ്പോൾ അതിൽ ഒരു തരി പോലും ന്യായമുള്ള കാര്യവുമായിരിക്കില്ല. പ്രതിപക്ഷം ഭയങ്കര മിസൈലുകളാണ് ദിവസവും അയക്കുന്നത്. UDF മിസൈൽ വരുമ്പോൾ LDF മിസൈൽ വളരെ ലാഘവത്തോടെ അത് തകർക്കും. ഇല്ലാ കഥകൾ ഉണ്ടാക്കുമ്പോൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നല്ലതേത് മോശമേത് എന്ന് തിരിച്ചറിയാൻ കേരള ജനതയ്ക്ക് നല്ലവണ്ണം അറിയാം. അങ്ങനെ തിരിച്ചറിഞ്ഞതാണ് ഞാൻ LDFിലേക്ക് വരാനുണ്ടായ സാഹചര്യം. ഇന്ന് വളരെ ഭദ്രതയോടെ കേരളത്തെ പിണറായി സർക്കാരിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് വളരെ ഭംഗിയോടുകൂടി സുരക്ഷിതമായും കൊണ്ടുപോകുന്നുണ്ട്. ചില വീഴ്ചകൾ, പാളിച്ചകൾ ഒക്കെ വരാറുണ്ട്. അത് സ്വാഭാവികമാണ്. മനുഷ്യനാണ്, തെറ്റുകൾ പറ്റാം. എന്നാലും അത് തിരുത്തി കേരളത്തെ ശരിയായ പാതയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു സംഘമാണ് LDF ഗവൺമെൻറ്. അതിൻ്റെ ക്യാപ്റ്റൻ പിണറായി വിജയനാണെന്നേയുള്ളൂ. നിങ്ങൾ എത്ര പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ആക്രമിച്ചാലും മനസ്സ് തളരാതെ ചങ്കുറപ്പോടെ തല ഉയർത്തി നിൽക്കാൻ പിണറായി വിജയൻ സർക്കാരിന് മാത്രമേ സാധിക്കൂ. ഇനിയും നമ്മുടെ കേരളത്തെ പിണറായി വിജയൻ സർക്കാരിൽ ഏൽപ്പിക്കാനാണ് ഭൂരിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തുടർഭരണം ഞങ്ങൾ സഖാവ് പിണറായി വിജയനെ ഏൽപ്പിക്കുന്നു. ലാൽ സലാം.